Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. ഓൾറെഡി 2 തിയറി പേപ്പേഴ്സ് കഴിഞ്ഞത് നമുക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഓരോ പാർട്ടിലും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും സബ്ജക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇനി വരുന്ന സെക്കൻഡ് സെമസ്റ്ററിലെ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ദെൻ ഫസ്റ്റ് സെമസ്റ്ററിലെ QT അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇതിൻ്റെ ഒക്കെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ QTയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും 5 സബ്ജക്ട്സിൽ ഒരു സബ്ജക്റ്റ് ടഫസ്റ്റ് പേപ്പർ വരാറുണ്ട്. അത് QT ആയിട്ടല്ല അങ്ങനെ വരാറ്, മിക്കതും അക്കൗണ്ടിങ് ആണ് സാധാരണ അങ്ങനെ വരാറ്. ബട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പറിൻ്റെ പ്രത്യേകത 5 സബ്ജക്ട്സും വളരെ ഈസി ആയിരുന്നു. ഇപ്രാവശ്യത്തിനേക്കാളും കുറച്ചും കൂടി ഈസി പേപ്പേഴ്സ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. QT ആണെങ്കിലും ഈസി പേപ്പർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ QTയിൽ സാധാരണ വരുന്നൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് 4 ക്വസ്റ്റ്യൻസും അവിടെ പ്രോബ്ലം വരാറുണ്ട്. ബട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് 3 പ്രോബ്ലം 1 തിയറിയും അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും സേഫായിട്ട് കളിക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കോറിലേഷൻ റിഗ്രഷൻ ആണ്. അതിലെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എപ്പോഴും നമുക്ക് SC ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ വരുന്നുണ്ട്. ദെൻ ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരു തിയറി വരുന്നുണ്ട്. ഇതാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ട് SC കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, QTക്ക് നിങ്ങൾക്ക് നിർബന്ധമായും LR-Portൻ്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിക്കുക. ഇതിലത്തെ അതേ ചോദ്യങ്ങളാണ് എക്സാമിന് വരാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ബുക്കിലത്തെ അതേ ചോദ്യങ്ങൾ തന്നെ SCക്ക് ആണെങ്കിലും 3 വെയിറ്റേജ് ആണെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്നാൽ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കോറിലേഷൻ ആണ്. കോറിലേഷൻ അതിൽ എല്ലാ ടൈപ്പും നോക്കിയിരിക്കണം. അതിൽ സാധാരണ കാൾ പിയേഴ്സൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും അതുപോലെ തന്നെ റാങ്ക് കോറിലേഷനും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കാൻ വരാം. കാൾ പിയേഴ്സൻ്റെ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്താണ് കാൾ പിയേഴ്സൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ നിർബന്ധമായും റാങ്ക് കോറിലേഷനിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരിക്കണം. ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. റാങ്കും നോക്കിയിരിക്കണം. ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റാങ്ക് കോറിലേഷൻ ആണ് SIO എന്നുള്ളത്. അപ്പോൾ കോറിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി കോറിലേഷൻ്റെ തിയറിയും നോക്കണം. പ്രോബ്ലം ആണ് സാധാരണ വരാറ്. ഇനി കോറിലേഷൻ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വരുന്നത് അവിടെ റിഗ്രഷനാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് റിഗ്രഷനാണ് SCക്ക്. അപ്പോൾ റിഗ്രഷനും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് സാധാരണ മാറി വരാറ്. റിഗ്രഷനിലെ എല്ലാ ടൈപ്പും നോക്കിയിരിക്കണം. റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും തന്നിട്ടുള്ള ടൈപ്പ് പ്രോബ്ലംസും അതല്ലാണ്ട് സാധാരണ ഇക്വേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടൈപ്പ് പ്രോബ്ലംസും എല്ലാതും നോക്കിയിരിക്കണം. അപ്പോൾ കോറിലേഷനിൽ നിന്നോ റിഗ്രഷനിൽ നിന്നോ ഏതെങ്കിലും ഒരു SI എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഇതിൽ ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തിയറി ഒരെണ്ണം ഇടുന്നുണ്ട്. അത് ഇപ്പോൾ കണ്ടുവരുന്നത് ഡിസ്ട്രിബ്യൂഷൻ, അതിലേതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസാണ്. എന്താണ് ആ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ്. അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുക, 3 ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ബൈനോമിയൽ
ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പോയിസോണും ഉണ്ട്. ഈ 3 ഡിസ്ട്രിബ്യൂഷൻ്റെയും എന്താണെന്നും ദെൻ പ്രോപ്പർട്ടീസ് എന്താണെന്നും പഠിച്ചു വയ്ക്കുക. ഇത് ഡിസ്ട്രിബ്യൂഷൻ ഏതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിന് തന്നെ ചോദിക്കാറുണ്ട്. ദെൻ എസ് ആയിട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രോപ്പർട്ടീസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളുടെ പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊന്ന് പഠിക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ പാറ്റേൺ ഇങ്ങനെ തന്നെയായിരുന്നു, ഇതായിരുന്നു. അത് തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. ബട്ട് ഇങ്ങനത്തെ ഒരു പാറ്റേൺ 1-2 വർഷമായിട്ട് വന്നതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റൊരു സജഷൻ തരാനുള്ളത്. നെക്സ്റ്റ് തരാനുള്ളത് ഏറ്റവും കൂടുതൽ എസ്സേക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എനോവയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എനോവ. നിർബന്ധമായും പഠിച്ചിരിക്കണം. സോ എനോവയാണ് മറ്റൊരു ടോപ്പിക്ക്. അത് ഹൈപ്പോത്തസിസിൻ്റെ ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ കടന്നത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് കോറിലേഷൻ, റിഗ്രഷൻ, പിന്നെ ഈ രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു തിയറി കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ദെൻ എനോവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് നോക്കണ സമയത്ത് എസ്സേക്ക് ഏറ്റവും കൂടുതൽ വർഷങ്ങളിൽ കണ്ടുവന്നിട്ടുള്ള എനോവയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് കൈ സ്ക്വയർ ടെസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് മിക്കതും 3 വെയിറ്റേജിൻ്റെലാണ് കണ്ടുവന്നിട്ടുള്ള. ഒരു പ്രാവശ്യം അത് അവർ എസ്സേക്ക് ഇട്ടുണ്ട്. മെജോറിറ്റി ഞാൻ പറയുന്ന ഒരു എസ്സേ അല്ല ഇത്, കൂടുതൽ ഇത് 3 വെയിറ്റേജിൻ്റെലാണ് കണ്ടുവരാറ്. ബട്ട് ഒരൊറ്റ പ്രാവശ്യം എസ്സേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സോ കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ പ്രോബ്ലം അത് എന്തുകൊണ്ടാണ് ഞാൻ 3 വെയിറ്റേജിൽ എക്സ്പെക്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിൻജൻസി ടേബിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് കൈ സ്ക്വയർ വരാറ്. അത് 3 വെയിറ്റേജിൻ്റെ എസ്സേക്ക് ഇത് വരുന്നത് കുറവാണ്. ബട്ട് നിങ്ങളത് നോക്കി വെച്ചോളൂ. ഇനിയിപ്പോൾ മാറി ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പെടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതാണ് മറ്റൊരു ടോപ്പിക്ക് തരാനുള്ള. ഇനി എല്ലാ പ്രാവശ്യവും ഒരു ചോദ്യം സെറ്റ് ടെസ്റ്റിൽ നിന്ന് വരാറുണ്ട്. ബട്ട് അത് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കുട്ടികളുടെ അടുത്ത് മാത്രമേ ഞാനത് സജസ്റ്റ് ചെയ്യാറുള്ളൂ. കാരണം ഒരുപാട് അവിടെ ടൈപ്പുകളുണ്ട്, ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ചോദ്യം വരാം. നമുക്ക് ഇതുവരെ പറഞ്ഞ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോറിലേഷൻ, റിഗ്രഷൻ കുറച്ചും കൂടി ഈസിയാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തിയറിയുടെ കാര്യം പറഞ്ഞു. എനോവ ആ ഒരു ഒറ്റ ടോപ്പിക്കുള്ളൂ. കൈ സ്ക്വയർ ആണെങ്കിലും ഏകദേശം ആ കണ്ടിൻജൻസി ടേബിൾ ടൈപ്പും ഉണ്ട്, പിന്നെ അതല്ലാത്ത നോർമൽ ടൈപ്പും ഉണ്ട്. എന്നാലും അത് കുറച്ചും കൂടി ഈസിയാണ്. നെക്സ്റ്റ് ഈ പറയുന്ന സെഡ് ടി, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അവിടെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 3-4-5 ടൈപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം, കാരണം നമ്മുടെ മുമ്പിൽ 4 ചോദ്യങ്ങൾ എസ്സേക്ക് വരുള്ളൂ. അപ്പോൾ ഇതൊരെണ്ണം കയ്യിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോയാലും നമുക്ക് മറ്റ് ചോദ്യങ്ങൾ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടൈമിൻ്റെ ബേസിൽ മാത്രം, കാരണം ഇത് പഠിച്ച് അവസാനിപ്പിക്കണമെങ്കിൽ കുറേ ടൈം എടുക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സെറ്റ് ടെസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചത് അതിൽ 2 മീൻ തന്നിട്ട്, പോപ്പുലേഷൻ മീൻ തന്നിട്ട് അതിൻ്റെ ഇക്വാലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് പ്രോബ്ലമാണ്. അത് കാൽക്കുലേറ്റ് ഈ പറയുന്ന LR-40 ടെക്സ്റ്റിലത്തെ അതേ ചോദ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നതിൻ്റെ ടൈപ്പ് ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം. ടെസ്റ്റിംഗ് ഇക്വാലിറ്റി, ആ ടൈപ്പ് ഇക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ മീൻ. ഈ ഒരു ടൈപ്പ് 2 പോപ്പുലേഷൻ മീൻ തന്നിട്ട് അതിൻ്റെ ഇക്വാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടൈപ്പ്. ഇതല്ലാണ്ടും കുറേ ടൈപ്പുകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ടൈപ്പുകൾ നോക്കിയാലേ അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരുള്ളൂ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ എന്താ പറയുക, നമ്മുടെ ഭാഗത്ത് എടുക്കേണ്ട എഫേർട്ട് കൂടുതലാണ്. വരാൻ സാധ്യതയുള്ളത് ഏതെങ്കിലും ഒരെണ്ണമാണ്. ഓൾട്ടർനേറ്റീവ്സ് കൂടുതലാണെന്ന് സാരം. ഓക്കെ, അപ്പോൾ അതും ഒരെണ്ണം വരും. സെറ്റ് ടെസ്റ്റിലത്തെ ഒരെണ്ണം വരാറുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന മുകളിലത്തെ ടൈപ്പാണ്. ദെൻ ഒരൊറ്റ പ്രാവശ്യം മാത്രം നോൺ പാരാമെട്രിക് ടെസ്റ്റിലെ ഒരു ചോദ്യം എസ്സേക്ക് വന്നിട്ടുണ്ട്. മെജോറിറ്റി ഞാനത് പ്രതീക്ഷിക്കുന്നത് 3 വെയിറ്റേജിൻ്റെലാണ്. ബട്ട് അങ്ങനെയും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് പറയാണ്. നോൺ പാരാമെട്രിക് ടെസ്റ്റുകളിൽ പല ടൈപ്പുകളുണ്ടല്ലോ. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇപ്പോൾ സൈൻ ടെസ്റ്റ്, അതുപോലെ തന്നെ റാങ്ക്, എച്ച്, അങ്ങനെ കുറേ ഉണ്ട്. റാങ്ക് സം ടെസ്റ്റ്, അതിലേതെങ്കിലും ഒരെണ്ണം വളരെ ഈസിയാണ്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഒരു പ്രാവശ്യം എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എസ്സേക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. കോറിലേഷനോ റിഗ്രഷനോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം. ദെൻ നെക്സ്റ്റ്
നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ ബൈനോമിയൽ പോയിസോൺ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ തിയറിയാണ് വരുന്നത്. അനോവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈ സ്ക്വയർ 3 വെയിറ്റേജിൻ്റെലാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഒരൊറ്റ പ്രാവശ്യം SIക്ക് വന്നിട്ടുണ്ട്. സെറ്റ് ടെസ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം സെഡോ ടിയോ അതിപ്പോൾ ഈ പറയുന്ന നമ്പർ അനുസരിച്ചിട്ട് ഇത് മാറുമല്ലോ. ഇക്വേഷനൊക്കെ സെയിമാണ്. സെഡോ ടിയോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് SIക്ക് വരാറുള്ളതാണ്. ദെൻ ബട്ട് അവിടെ കുറേ പഠിച്ചാലാണ് അതിലത്തെ ഒരെണ്ണം കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് പ്രയോറിറ്റി മാത്രം അതിന് കൊടുക്കുക. നോൺ പാരാമെട്രിക് ടെസ്റ്റിലെ ഒരെണ്ണം, അത് സൈനോ ചിലപ്പോൾ റാങ്കോ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കാം, അത് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് SIക്ക് തരാനുള്ള സജഷൻസ്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജും അതുപോലെ തന്നെ 3 വെയിറ്റേജ് ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ദെൻ 9:30 ഇന്ന് ലൈവ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.